എടാ സ്റ്റാറ്റിൽ നിന്ന് എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ തന്നെ ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് 8 മാർക്കിൻ്റെ ചോദ്യം തന്നെ വരാറില്ല. ഇന്ത്യൻ എക്കോണമി മിക്കവാറും നിങ്ങൾക്ക് ഇത്തവണ വരാൻ ചാൻസ് ഉള്ള നിങ്ങളുടെ 2026 മാർച്ച് 25 അഥവാ നാളെ നടക്കാൻ പോകുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യനായിട്ട് നിങ്ങളുടെ എസ് എ ക്വസ്റ്റ്യനായിട്ട് കൂടുതലായിട്ട് 99% എന്ന് ഞാൻ പറയുന്നത് 1% മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. മിക്കവാറും നാളെ ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു എസ് എ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇന്ത്യൻ എക്കോണമി എന്ന ക്വസ്റ്റ്യൻ ഇതാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. എന്താ ക്വസ്റ്റ്യൻ വരിക? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ സുസ്ഥിര വികസനമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം വരിക. എന്താണ് സുസ്ഥിര വികസനം? അതിനാദ്യം നിങ്ങൾക്കൊരു ഡെഫിനേഷൻ ഉണ്ടാവണം. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി പോകണം. എന്നാൽ ഇവിടുത്തെ ഭൂമിയിലുള്ള എല്ലാ റിസോഴ്സ് നമ്മൾ തീർത്ത് കളയാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം? അത് നമ്മൾ വരുന്ന തലമുറക്ക് കൂടി വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കണം. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സിമ്പിൾ ഡെഫിനേഷൻ നിങ്ങൾ ഓർത്തുക. അതിനൊരു സ്റ്റാൻഡേർഡ് ഡെഫിനേഷനായിട്ട് ഞാൻ ഇവിടെ കൊടുത്തു നോക്കുള്ളൂ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രോത്ത് ദാറ്റ് മീറ്റ്സ് പ്രസൻറ്റ് നീഡ്സ്. ഒക്കെ എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? വിത്തൗട്ട്, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, വിത്തൗട്ട് കോംപ്രമൈസിങ്. എന്ത് കോംപ്രമൈസ് ചെയ്യുന്നില്ല? ഫ്യൂച്ചർ ജനറേഷൻസ് എബിലിറ്റി ടു മീറ്റ് ദയേഴ്സ് എന്ന് വെച്ചാൽ തന്നെ വരുന്ന തലമുറ. ഇപ്പോൾ ഉദാഹരണം നോക്കുക, നിങ്ങളുടെ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 1947 സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിന് മുൻപ് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചിരുന്ന സമയത്തൊക്കെ നിങ്ങൾക്കറിയാം ഒരു 190 കൊല്ലം. അപ്പോൾ അവർ തീരുമാനിക്കുകയാണ് നമ്മൾ ഭരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇന്ത്യ നശിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെടുത്ത റിസോഴ്സ് മുഴുവൻ ഉപയോഗിച്ച് തീർത്തില്ല. അവരെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവരെന്ത് ചെയ്തു? ഈ പറഞ്ഞ റിസോഴ്സുകളെ വരുന്ന തലമുറക്കൂടി വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സേവ് ചെയ്ത് വെച്ചു അല്ലേ. സേവ് ചെയ്ത് വെച്ചല്ലോ. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ആവശ്യങ്ങളായിട്ടുള്ള എല്ലാ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ചെയ്യുക. പക്ഷെ എന്ത് ചെയ്യുക? നമ്മുടെ ബാക്കിയുള്ള നമ്മൾ കുറച്ച് എമൗണ്ട്സ് എന്ത് ചെയ്യുക? നമ്മൾ സേവ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങളോട് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് സുസ്ഥിര വികസനം കൊണ്ട് ലക്ഷ്യം വെക്കുന്ന ഒരർത്ഥം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള സുസ്ഥിര വികസനം പറഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജീസ് പരീക്ഷ ഉപയോഗിക്കും. ഓക്കെ, സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ട് അഥവാ അതിൻ്റെ പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? കുറച്ച് ചെറിയ പോയിൻറ്റ്സുകളായിട്ട് ഞാൻ എല്ലാ തന്ത്രങ്ങളും മാറ്റിയിട്ട് നിങ്ങൾ നോക്കാം. അതിൽ ഒന്നാമത്തെ തന്ത്രമായിട്ട് പറയുന്നതാണ് ഫസ്റ്റ് വൺ, യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ്. എന്ന് വെച്ചാൽ എന്താണ്? പാരമ്പര്യമായിട്ട് കിട്ടുന്നതല്ല അല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകൾ നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് അല്ലേ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിയം, കൽക്കരി ഉൽപ്പന്നങ്ങളല്ല. നിങ്ങൾക്കറിയാം പെട്രോളിയം എന്ന് പറയുന്ന സാധനത്തിനെ ചൊല്ലിയിട്ടാണ് ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ഞാൻ പറയാം. ഇറാനുമായിട്ടുള്ള യുദ്ധം കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടാവും. ഹോർമുസ് കടലൊടുക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ LPG പാചകവാതക സിലിണ്ടർ കിട്ടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടാവും. അൾട്ടിമേറ്റ്ലി ഇതൊക്കെ എന്താണ്? നമ്മുടെ പണ്ട് തൊട്ടേ നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജ സ്രോതസ്സായിട്ടുള്ള ഈ കാര്യങ്ങളായിട്ടുള്ള പെട്രോളിയം, കൽക്കരി തുടങ്ങിയ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടത് മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളവിടെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഇഷ്യൂസ് വലിയതായിട്ട് വരില്ലായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ പറഞ്ഞ ആ ഇഷ്യൂസ് വരാത്ത ഈ പറഞ്ഞ പാരമ്പര്യേതരമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകൾ ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോളും. സൗരോർജ്ജം, സൂര്യൻ നിന്നുള്ള പ്രകാശം അല്ലേ. അതുപോലെ തന്നെ കാറ്റിൽ നിന്നുള്ള വിൻഡ് പവർ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് കൂടുതലായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന നോൺ കൺവെൻഷണൽ സോഴ്സ് ഉപയോഗിക്കാം. അതാകുമ്പോൾ എന്തില്ല? പൊല്യൂഷൻ ഉണ്ടാവില്ല, സീറോ പൊല്യൂഷനാണ് അല്ലേ. അപ്പോൾ മലിനീകരണം എന്താണ്? അത് ഉണ്ടാക്കുന്നത് വളരെ കുറവാണ്. അത് മാത്രമല്ല, ഇത് തീർന്നു പോകുമോ? ഇല്ല, തീർന്നു പോകില്ല. കാരണം അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുകയാണോ? ഭൂമിയിൽ കാറ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ സൂര്യപ്രകാശം കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് നിങ്ങളിത് മറക്കല്ല, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് അടുത്തതായിട്ട് നോക്കേണ്ടത് യൂസ് ഓഫ് ക്ലീനർ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ അല്ലേ. LPG അല്ലെങ്കിൽ CNG എന്ന് പറഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഗ്രാമത്തിലുള്ള ആൾക്കാർ നോക്കണേ, നിങ്ങൾ നോക്കുക. ഇപ്പോൾ LPG കൊടുക്കുന്ന ആർക്കാണ്? അത് ഗ്രാമത്തിലുള്ള ആളുകൾ. കാരണം അവർ വിറകടുപ്പാണ് ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ വിറകടുപ്പ് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? കുറേ മരങ്ങൾ നശിപ്പിക്കേണ്ടി വരും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അതിന് പകരം അവർക്ക് ഗ്രാമത്തിന് എന്ത് ചെയ്യുക? LPG കൊടുക്കും. പിന്നെ അടുത്ത് വരുന്നത് CNG ആണ്. CNG എന്ന് പറഞ്ഞാൽ എന്താ? അത് നഗരത്തിലാണ് പറഞ്ഞത്, അർബൻ ഏരിയാസിൽ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നഗരത്തിൽ CNG കൊടുക്കുക, ഗ്രാമത്തിൽ LPG കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് കുറച്ചും കൂടി പരിസ്ഥിതിക്ക് പൊല്യൂഷൻ കുറവുള്ള ക്ലീൻ ആയിട്ടുള്ള എന്ത് ചെയ്യും? എനർജികളാണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞ കാര്യം, ജസ്റ്റ് നോക്കിക്കോളൂ. അതായത് ഗ്രാമപ്രദേശങ്ങളിൽ ദ്രവീകൃത പെട്രോളിയ വാതകത്തിൻ്റെയും നമ്മൾ LPG എന്ന് പറയും അല്ലേ. അതുപോലെ ഗോബർ വാതകത്തിൻ്റെ ഉപയോഗവും നഗരത്തിൽ എന്ത് ചെയ്യുന്നു? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ CNG അല്ലേ. അതെവിടെ കൊടുക്കണ്ടേ? നഗരത്തിലാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നഗരത്തിൽ ഈ പറഞ്ഞതും ഗ്രാമത്തിൽ എന്താണ്? ഈ LPG ആണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ വഴി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഹരിതഗ്രഹ വാതക ഉദ്വമനം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പറഞ്ഞ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ത് ചെയ്യുന്നു? ഗ്രീൻ ഹൗസ് ഗ്യാസസ് പുറത്ത് വരുന്നത് എന്ത് ചെയ്യുന്നു? കുറക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അതുവഴി എന്ത് ചെയ്യുന്നു? മലിനീകരണം കുറക്കാൻ പറ്റും. അപ്പോൾ 2 എണ്ണമായി പറഞ്ഞത്. ഇനി മൂന്നാമത്തെ നോക്കോളൂ. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മിനി ഹൈഡൽ പ്ലാന്റ്സ് അഥവാ ചെറുകിട ജലസേചന പദ്ധതികൾ എന്ത് ചെയ്യുക?
വൈദ്യുത നിർമ്മാണ പദ്ധതികൾ കൊണ്ടുവരിക. അപ്പോൾ ചെറുകിട ജലവൈദ്യുത നിലയങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ പൊല്യൂഷൻ കുറവായിരിക്കും, അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാകുന്നതും വളരെ കുറവായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുകൂടി പഠിച്ചു വെക്കുക. ഓക്കെ, ചെറുകിട വൈദ്യുത പദ്ധതികൾ കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഇനി നാലാമതായിട്ട് പറയുന്നത് ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ്. ഓക്കെ, പരമ്പരാഗത അറിവുകളും രീതികളും. ഒരു പക്ഷേ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാത്തൊരു പോയിന്റ് ആയിരിക്കും ഇത്, ഞാൻ പറഞ്ഞുതരാം. സംഗതി ഇത്രയുള്ളൂ. അതായത് പണ്ട് നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് വളരെയധികം മാന്യമായിട്ട് മണ്ണിനെയൊക്കെ സ്നേഹിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ജലസേചനം, ജലസംഭരണികൾ, കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും പരിസ്ഥിതി സൗഹാർദ്ദമായുള്ള കൃഷി രീതിയായിരുന്നു നമ്മൾ ഫോളോ അപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ എക്കോ ഫ്രണ്ട്ലി ആയിരുന്നു പണ്ടത്തെ നമ്മുടെ കംപ്ലീറ്റ് കൃഷി. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം മാക്സിമം പ്രൊഡക്ഷൻ നടത്തണം എന്ന് പറഞ്ഞിട്ട് രാസവളങ്ങളും കീടനാശിനിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തത്, മണ്ണിൻ്റെ ക്വാളിറ്റി ഇല്ലാതാക്കിയത്. അപ്പോൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൃഷിയാണ് പണ്ടത്തെ ട്രഡീഷണൽ നോളജ് വഴിയുള്ളത്. അപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അഞ്ചാമതായിട്ട് പറഞ്ഞത്, ഇപ്പോൾ എത്ര പറഞ്ഞു, 5 ആണോ, അല്ല 4 അല്ലേ? ഓക്കെ, 1 2 3 4 ദെൻ അഞ്ചാമതായിട്ട് പറയുന്ന കാര്യമാണ്. അഞ്ചാമതായിട്ട് പറയുന്നത് ബയോ കമ്പോസ്റ്റിംഗ് ആൻഡ് ഓർഗാനിക് ഫാമിംഗ് ആണ്. ബയോ കമ്പോസ്റ്റിംഗ്, ഓർഗാനിക് ഫാമിംഗ്, ഇതൊക്കെ 2 പോയിന്റ്സ് ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ടാവുക. നിങ്ങൾക്ക് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, നോ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ ജൈവ കമ്പോസ്റ്റിങ്ങും ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ, ജൈവ കൃഷി എന്ന് പറയുന്ന ഓർഗാനിക് ഫാമിംഗ് നിങ്ങൾക്കറിയാം ജൈവ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കൃഷിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ബയോ കമ്പോസ്റ്റും ബയോ പെസ്റ്റിസൈഡ് അഥവാ രാസവളങ്ങളും രാസകീടനാശിനിയൊക്കെ കൊണ്ടുവരിക എന്ന കാര്യമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, പൊല്യൂഷൻ വളരെ കുറവാണ്. പൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രധാനമായിട്ടും ഗ്രൗണ്ട് വാട്ടറിനായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ഭൂഗർഭജലം മലിനമാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഭൂഗർഭജലം മലിനമാക്കാതെ എന്ത് ചെയ്യാൻ പറ്റും, മണ്ണിൻ്റെ ഫലഭൂഷ്ഠത നിലനിർത്താൻ പറ്റും. അപ്പോൾ 5 പോയിന്റ്സ് ആയല്ലോ. ഈ 5 പോയിന്റ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഈ ഒരു 5 പോയിന്റ്സ്, ഓക്കെ, ഈ ഒരു 5 കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. കാരണം നിങ്ങൾക്ക് അത്യാവശ്യം കണ്ടന്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ 5 കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കറിയാം സാറേ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ 6 പോയിന്റ്സ് എങ്ങനെ എഴുതുന്നത്. എടാ നമ്മൾ എന്ത് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് 2 പോയിന്റ് ആക്കി എഴുതാം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന LPGയുടെ കാര്യം ഉണ്ടല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാം, 2 പോയിന്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ ചെയ്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ വൃത്തിയായിട്ട് ഡീറ്റെയിലായിട്ട് നോക്കിക്കണം. കാരണം പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചിരുന്നൊരു ഭാഗമാണിത്. നിർബന്ധമായിട്ട് പഠിക്കുക. അപ്പോൾ വീണ്ടും പുതിയ ക്ലാസ്സുകളും പുതിയ വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.